ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജന്നാദി മുഡിസ്റ്റേ. ഈ ഒരു ധാവണിയിൽ ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റിച്ചിങ് ഐഡിയാസ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ന്യൂസ് പേപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പാറ്റേൺ വെച്ചിട്ട് തന്നെ നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ക്രേപ്പാണ് ലൈനിങ് വന്നിട്ടുള്ളത്. മെയിൻ മെറ്റീരിയൽ ജോർജറ്റാണ് കേട്ടോ. പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്, ബാക്ക് പോർഷനും കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മെയിൻ പോർഷൻ കട്ട് ചെയ്യാം. ഇങ്ങനെയാണ് അതിൽ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത്. സിനുവാണ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ കൊണ്ടുവന്ന ലേസിനനുസരിച്ചാണ് നമ്മൾ വർക്കിൻ്റെ കളറ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈനിങ് വെച്ച് ഞാൻ മെയിൻ മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലീവാണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ മെയിനായിട്ട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ആദ്യമൊക്കെ നമ്മുടെ പ്രഷർ ഫുട്ട് മാറ്റി വൺ സൈഡ് ഫുട്ട് വെച്ചിട്ട്, അതായത് പൈപ്പിംഗ് ഫുട്ട് വെച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ജസ്റ്റ് കറക്റ്റ് അല്ലേന്ന് ഒന്ന് മറിച്ച് വെച്ച് നോക്കിയതിന് ശേഷം നമ്മൾ പതിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി അടിച്ചു കൊടുക്കും. അതിന് ശേഷം ഈ ഒരു ബോർഡർ ലൈനിൽ ഒന്നുകൂടെ മുകൾ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് കൊടുക്കും. ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഫസ്റ്റ് ചെയ്യുന്നവരൊക്കെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇതിപ്പോൾ ഞാൻ ഒരുപാട് പ്രാക്ടീസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ബീഡ്സ് പൊട്ടാനും ഒക്കെ സാധ്യത ഉണ്ട്. പ്രാക്ടീസ് ഉണ്ടെങ്കിലും 1-2 ബീഡ്സൊക്കെ ചിലപ്പോൾ പൊട്ടിയെന്നൊക്കെ വരും. ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഇത്ര സ്പീഡിലൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി സ്പീഡ് കൂട്ടുന്നതാണ്. ഇതുപോലെ പതുക്കെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ബാക്കിലൊന്നും ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ നമുക്കത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ മെറ്റീരിയലിൽ എക്സസൈസ് നിൽക്കുന്ന പാർട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. അപ്പോൾ ആ ലൈനിങ് ആണല്ലോ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അങ്ങനെ സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്ക് ഭാഗം കൂടി ഫിനിഷ് ചെയ്യാം. നെക്കും ഞാനത് ഒരു സെയിം രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് വൺ സൈഡ് ഫോട്ടോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്കിലും ആ എഡ്ജസ് ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം മറിച്ചിട്ട് പതിച്ചിട്ടൊരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. എഡ്ജ് പോർഷനിലൊക്കെ വരുമ്പോൾ ഈ ഒരു പ്രഷർ ഫുട്ട് തട്ടിയിട്ട് എന്തായാലും 1-2 മുത്തൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. നമ്മളത് സ്റ്റിച്ചിങ്ങിനൊക്കെ ശേഷം ബാക്ക് സ്റ്റിച്ചിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കും. അങ്ങനെ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. വൺ സൈഡ് മാത്രമാണ് നെക്കിൽ വർക്ക് വന്നിട്ടുള്ളത്. അതിനുശേഷം ഞാൻ മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ എക്സസൈസ് എന്ന ഭാഗമെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ പ്രിൻസസ് കട്ടിൻ്റെ മറ്റേ പോർഷൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നീറ്റായിട്ട് കിട്ടും നമുക്ക്. ഞാൻ ചെയ്യുന്ന രീതികളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പലരും പല രീതികളിലായിരിക്കും ചെയ്യുക. ഇനി എക്സസൈസ് നിൽക്കുന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു ഭാഗം കൂടി ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പതുക്കെ പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായി കിട്ടും. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു ഏരിയ ഇത്രയും കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി സ്ലീവ് വെക്കുക, സൈഡ് ജോയിൻ ചെയ്യുക, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. ബാക്കിൽ സിബാണ് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ അംബ്രല്ലയ്ക്ക് വേണ്ടിയിട്ട് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ അടിവശം റോൾ ഹെമ്മാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കസ്റ്റമർ കൊണ്ടുവന്ന ലേസ്. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൺ സൈഡ് ഫോട്ടോ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് പിടിച്ചു കൊടുത്താൽ അത് വളരെ നീറ്റായിട്ട് സ്റ്റിച്ചായി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ധാവണി വന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ലുക്കാണ്, വളരെയധികം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.